ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ യൂറോപ്യൻ രാജ്യത്തായിരിക്കുമ്പോൾ പാലായുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചിനെയും കൊണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന സംഭവം. ഈ കൊച്ചിനെ ഒരു കൊട്ടയ്ക്കകത്ത് തൂക്കി ഞാനിരുന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ കൊട്ട കണ്ടപ്പോൾ പറഞ്ഞു, സോറി, പാരിതോഷം ഒന്നും മേടിക്കാറില്ല. അപ്പം പറഞ്ഞു, സാറിന് തരാൻ കൊണ്ടുവന്നല്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. കർട്ടൻ പൊക്കി നോക്കിയപ്പോൾ അകത്തൊരു കൊച്ചു കിടക്കുവാൻ. കണ്ട ഒരു 6 മാസം പ്രായം. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? കൊച്ചിനെ കുറിച്ച് പറഞ്ഞു, 2.5 വയസ്സ് പ്രായമുള്ള കൊച്ച. അമ്മോ, 2.5 വയസ്സ് പ്രായമുള്ള കൊച്ചി കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിക്കിടും. അല്ല, മുറുമുറാന്ന് നടക്കേണ്ട, ഓടിച്ചാടുന്ന പ്രായമല്ലേ. അങ്ങനെ ആ ദമ്പതികൾ പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചിന് രോഗമുണ്ട് സാറേ, കൊച്ചിൻ്റെ ഹാർട്ടിന് 2 സർജറി നടത്തിയതാണ്. ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയ പ്രശ്നമുണ്ട്. 6 മാസം, കുഞ്ഞുണ്ടായ 6 മാസം കഴിഞ്ഞാണ് അറിഞ്ഞത്. ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു, ചികിത്സകളെല്ലാം ആരംഭിച്ചു. ആദ്യത്തെ സർജറിയിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റി, കുഞ്ഞിൻ്റെ വളർച്ച മുരടിച്ചു പോയി. എന്ന് ഓപ്പറേഷൻ നടത്തിയോ ആ വലിപ്പത്തിലിരിക്കുവാണ്, പ്രായം കൂടി ശരീരത്തിന് വലിപ്പമില്ല. രണ്ടാമത്തെ പ്രശ്നം, 2 വയസ്സായപ്പോൾ അടുത്തൊരു സർജറി നടത്തി. ആ സർജറിയിലൂടെ എന്തോ ചില മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ട് കുഞ്ഞിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞിനെ വിളിച്ചാൽ, അമ്മ വിളിച്ചാൽ അപ്പനെ നോക്കും, അപ്പൻ വിളിച്ചാൽ അമ്മയെ നോക്കും, കൂട്ടുകാർ വേറെ ആരെങ്കിലും വിളിച്ചാൽ വേറെ അങ്ങോട്ടുകൾ നോക്കും, വിളിക്കുന്നിടത്തേക്ക് നോക്കില്ല. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇന്നിങ്ങനെയായി. തമ്പുരാൻ വിളിച്ചാൽ നോക്കാൻ പറ്റണില്ലല്ലോ, വിളിക്കുന്നിടത്തേക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ, അയക്കപ്പെടുന്നിടത്തേക്ക് പോകാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ, ദൗത്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഈ കുഞ്ഞിന്റെ അവസ്ഥ അതാണ്. മാതാപിതാക്കൾക്ക് എന്ത് വേദനയാണ്. ഈ സങ്കടമായിട്ട് പ്രാർത്ഥിക്കാൻ ഈ വീട്ടിൽ കൊണ്ടുവന്നാണ് ഈ കൊച്ചിനെ. ഞങ്ങൾ അവരെ ചേർത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് 2 കാര്യങ്ങളോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ കുഞ്ഞിന് നിങ്ങൾ മാമോദിസ കൊടുത്തോ? അപ്പം അവർ പറഞ്ഞു, പാലായിലെ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചിൻ്റെ മാമോദീസ ആഘോഷമാക്കാൻ വേണ്ടി, അടിച്ചു പൊളിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുക. ഇത് ഫ്ലൈറ്റിൽ കയറാൻ പെർമിഷൻ ഡോക്ടേഴ്സ് തന്നിട്ടില്ല, അതുകൊണ്ട് ഇവരെ മാമോദീസ കൊടുക്കുന്നു. ഞാൻ പറയും, നമുക്ക് ഇവിടെ രൂപതയും സംവിധാനം എല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഒരു മാമോദീസ കൊടുക്കാൻ. രണ്ടാമത് ഇവരോട് ചോദിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഈ ഭാര്യ ചാടി പറഞ്ഞു, കല്യാണം കഴിഞ്ഞ പിന്നെ ഇത് ഞാൻ കുമ്പസാരിക്കുന്ന കണ്ടിട്ടില്ല. 8 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 5.5 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ ഭർത്താവിൻ്റെ കാര്യം, നിന്റെ കാര്യം ചോദിച്ചേ. അവൾ പറഞ്ഞു, സാറേ കുഞ്ഞുണ്ടായ പിന്നെ കുമ്പസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, 2.5 വർഷമായില്ലേ? ആയി. 2.5 വർഷത്തിനിടയിൽ നീ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, യാത്ര പോയോ? പോയി. കുഞ്ഞിനെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി. എന്തിനു മാത്രം സമയമില്ല? കുമ്പസാരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ ഞാൻ ഈ കൊച്ചിനെ നോക്കാം, നിങ്ങളൊന്ന് കുമ്പസാരിച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഞാൻ അടുത്തൊരു പള്ളിയിലേക്ക് വിട്ടു. 2 പേരും പോയി കുമ്പസാരമൊക്കെ നടത്തി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ കുടുംബത്തെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ പേര് കുഞ്ഞെന്ന് വിളിച്ചപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇനിയും വളർത്തും, ഇനിയും ഇടപെടും. വീണ്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞു വിട്ടു, എത്രയും പെട്ടെന്ന് കുഞ്ഞിന് മാമോദിസ കൊടുക്കണം, ബാക്കി ആരും ദൈവം ഇടപെട്ടോളും. ഞാൻ അവിടുന്ന് പോന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ശേഷിച്ചു 6 മാസം പ്രായമുള്ള കൊച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ 3.5 വയസ്സിന്റെ വലിപ്പത്തിലേക്ക് വളർന്നു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സന്തോഷത്തോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇപ്പൊ ജീവിതത്തിൻ്റെ ദുഃഖകരമായ അനുഭവങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ പ്രകാശകിരണങ്ങൾ വീശുന്നതാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. അങ്ങനെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ വീശിയാൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം നമുക്ക് സന്തോഷമാകും. അപ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് സുവിശേഷത്തിന്റെ ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സഹനമകന്നുള്ളൊരു ജീവിതമല്ലല്ലോ, ദുരിതങ്ങൾ തീർന്നുള്ളൊരു ജീവിതമല്ലല്ലോ, മറിച്ച് ആ ദുരിതങ്ങളെ, ആ കഷ്ടപ്പാടുകളെ എങ്ങനെ സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്നവരാണ് ഈ വിശുദ്ധരെല്ലാം. അൽഫോൻസാമ്മ കാണിച്ചു തന്ന അതാണ്, മറിയം ത്രേസ്യ കാണിച്ചു തന്ന അതാണ്, വിശുദ്ധ ഊപ്രാസ്യാമ്മ കാണിച്ചു തന്ന അതാണ്, നമ്മുടെ നാട്ടിലെ കുഞ്ഞച്ചൻ കാണിച്ചു തന്ന അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകണം.
അത് സഹനങ്ങൾ അകന്നിട്ടല്ല, ആ സഹനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ദിവ്യപ്രകാശം നമ്മളിലേക്ക് വീശുമ്പോൾ ആ സഹനത്തെ നമുക്ക് സന്തോഷമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു മഹിമയുടെ കിരീടമുണ്ട് എന്ന് കാണിച്ചു തന്നതാണ് അമ്മയുടെ ജപമാല ജീവിതം. അതാണ് മഹിമയുടെ രഹസ്യം. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ മഹിമയുടെ കിരീടം ശിരസിൽ ചൂടാൻ വിളികിട്ടിയവരാണ് നമ്മൾ. ഈ മഹിമയുടെ കിരീടത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് ഓടേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഓടണമെങ്കിൽ ഈ ലോകത്തിന് ചില ആശ്വാസ മേഖലകളെ വിടാൻ നമുക്ക് ഇടയാകണം. ചില പിടികളെ വിടാൻ നമുക്കിടയാകണം. പണ്ട് ഈ വല്യപ്പച്ചന്മാരൊക്കെ പറയുന്ന തമാശകൾ, ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണം, അതൊക്കെ അറിയാവുന്ന ആളല്ലേ. നമ്മുടെ വിഷയം ഇതാണ്, നമുക്ക് ഉത്തരത്തിലിരിക്കുന്ന വേണം, പക്ഷെ കക്ഷത്തിലിരിക്കുന്ന പോവാൻ. സ്നേഹമുള്ളവരെ, ജീവിതത്തിന്റെ ആശ്വാസ മേഖലകളെ വിട്ടിറങ്ങാനുള്ള ധൈര്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണിക്കണം. അങ്ങനെ കാണിച്ചാലേ, പാലായിലാണല്ലോ സൂറ മലബാർ സഭയുടെ ഈ വർഷത്തെ അസംബ്ലി സമാപിച്ചത്. നിങ്ങളുടെ സ്വന്തം അൽഫോൻസൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നവിടെ പറഞ്ഞു വെച്ചത്, സമുദായത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മുടെ ആശ്വാസ മേഖല വിട്ടിറങ്ങാതെ ഒരിക്കലും സമുദായം ശക്തിപ്പെടില്ല, സഭ ശക്തിപ്പെടില്ല എന്ന്. അതുകൊണ്ട് ചില ആശ്വാസ മേഖല വിടാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഒരു വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ബൈബിൾ ഉള്ളവർക്കൊക്കെ ബൈബിൾ കയ്യിലെടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 37, 38, 39 വാക്യം. 37 നമുക്ക് വായിക്കാം. ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നവരെല്ലാം ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് കാണട്ടെ. ബൈബിൾ പ്രീച്ചേഴ്സ് സൊസൈറ്റിയിലൂടെ വചനം കേൾക്കാൻ വന്നിട്ട് ബൈബിള് കൊള്ളാം, ഒരു 5-8 ബൈബിള് നല്ല കൈയടിയോടെ ബൈബിൾ കൊണ്ടുവന്നവരൊന്ന് അഭിനന്ദിച്ചേ. ബൈബിൾ കയ്യിൽ പിടിക്കാൻ തൻ്റെ ഇടം കാണിച്ചവരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. ഓക്കെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 37 തൊട്ടുള്ള വാക്യം 39 വരെ ഒന്ന് എടുത്തോ. നിങ്ങൾ എടുത്തെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഞാൻ വായിച്ചു തുടങ്ങാം, നിങ്ങൾ കൂടെ കൂടണം. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വലിയ വെളിച്ചം തരുകയാണ്. നമ്മൾ ആരുടെ കൂട്ടത്തിലല്ല, ആരുടെ കൂട്ടത്തിലാണ്. നമുക്ക് തന്നെ ബോധ്യമുണ്ടാകണം. നമ്മൾ ആരുടെ കൂട്ടത്തിലല്ല, നമ്മൾ ആരുടെ കൂട്ടത്തിലാണ്. എന്താണ് ഇവിടെ പറയുന്നത്? പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. സർവ്വ പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ഉയർത്തി പിടിച്ച് പറഞ്ഞേ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം. ഒരുമിച്ച് പറഞ്ഞേ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. 2 കരങ്ങളങ്ങ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ ഒരു അവബോധം നമ്മൾ ഉള്ളിൽ അങ്ങ് കത്തണം. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പുറകോട്ട് പോയി തകരാനല്ല, തീരാനല്ല, പിന്മാറി നശിപ്പിക്കപ്പെടാനല്ല. പിന്മാറിയാൽ നശിപ്പിക്കപ്പെടും. പിന്തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നമുക്കറിയാം. പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യയുടെ അവസ്ഥ നമുക്കറിയാം. ഉപ്പുതൂണായെന്ന് പുറകോട്ട് പോയി, പുറകോട്ട് തിരിഞ്ഞ്, പുറകോട്ട് നടന്ന് തീർന്നു പോകാനല്ല, മുന്നേറി മുന്നേറി ആത്മരക്ഷ പ്രാപിക്കാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. 2 കരങ്ങളും ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, പോരാ, ശക്തമായി ശ്രദ്ധിക്കണം. അഭിഷേകത്തോടെ ശ്രദ്ധിക്കണം, ശക്തിയോടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു ഈശോ, മഹത്വപ്പെടുത്തുന്നു ഈശോ, സ്തുതിക്കുന്നു ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, പിന്മാറിയാൽ കൃത്യം പറയണം, പിന്മാറിയാൽ നശിക്കും, മുന്നേറിയാൽ രക്ഷപ്പെടും. പിന്മാറിയാൽ നശിക്കും, മുന്നേറിയാൽ രക്ഷപ്പെടും. ഇനിയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്, പുറകോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു. പുറകോട്ട് പോകാനുള്ള വിളിയല്ല നമുക്കുള്ളത്, പക്ഷേ ലോകം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത് പിന്മാറാനുള്ള വിളിയാണ്. ദൈവിക ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാനുള്ള വിളിയാണ്. കർത്താവ് പറഞ്ഞില്ലേ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. വിളി ലഭിച്ചിട്ട് വിളിയിൽ നിന്ന് പിന്തിരിയുന്നവന് അവകാശമായി കിട്ടില്ല അവന്റെ രാജ്യം. ബൈബിളോട് നോക്കിക്കോ, പിന്തിരിഞ്ഞു പോയവന് കിട്ടിയതല്ല അനുഗ്രഹം, മുന്നേറിയവനാണ്. അതുകൊണ്ട് വിശ്വസിച്ച് മുന്നേറി ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ, എന്ന് വെച്ചാൽ വിശുദ്ധരുടെ ഗണത്തിൽ പെടാനുള്ള വിളിയാണ് നമ്മുടെ വിളി.